നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോവിഡിനെ തുടർന്ന് നിർത്തിവെച്ച് 5 വർഷത്തിന് ശേഷം പുനരാരംഭിച്ച തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിന് ഗുരുവായൂരിൽ ആവേശോജ്വലമായ സ്വീകരണം. രാവിലെ 10:45ഓടെയാണ് ട്രെയിൻ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ മഹാപതാക ഉയർന്നു. നന്നമുക്ക് പഞ്ചായത്തിലെ മൂക്കുതല കാഞ്ഞൂരിൽ തെരുവുനായ ആക്രമണം. വിദ്യാർത്ഥി ഉൾപ്പെടെ 5 പേർക്ക് നായയുടെ കടിയേറ്റു. തെരുവുനായ ശല്യം പരിഹരിക്കണമെന്ന് നാട്ടുകാർ. മൃതദേഹത്തോട് അനാദരവ്. കൃത്യവിലോപം നടത്തിയ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം. കുന്നംകുളം താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കടലിൽ കൃത്രിമ പാരുകൾ സൃഷ്ടിച്ച അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന 7 ഫൈബർ വള്ളങ്ങൾ അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റും മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസും ചേർന്ന് പിടിച്ചെടുത്തു. തമിഴ്നാട് കുളച്ചൽ സ്വദേശികളുടെ 7 വള്ളങ്ങളും അനുബന്ധ സാധന സാമഗ്രികളുമാണ് സംയുക്ത സംഘം പിടികൂടിയത്. വാർത്തകൾ വിശദമായി. കോവിഡിനെ തുടർന്ന് നിർത്തിവെച്ച് 5 വർഷത്തിന് ശേഷം പുനരാരംഭിച്ച തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിന് ഗുരുവായൂരിൽ ആവേശോജ്വലമായ സ്വീകരണം. രാവിലെ 11:45ഓടെയാണ് ട്രെയിൻ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മേളത്തിന്റെ അകമ്പടിയോടെ പുഷ്പാർച്ചന നടത്തിയാണ് ട്രെയിനിനെ സ്വീകരിച്ചത്. റെയിൽവേ അധികൃതരുടെ നേതൃത്വത്തിൽ മധുര വിതരണവും ഉണ്ടായിരുന്നു. അതിവേഗ റെയിൽവേ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 ട്രെയിനുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന കൂട്ടത്തിൽ തൃശൂർ പാസഞ്ചറും ഉൾപ്പെടുത്തി. കോവിഡ് ലോക്ഡൌണിനെ തുടർന്ന് ഗുരുവായൂരിൽ നിന്നുള്ള മുഴുവൻ ട്രെയിൻ സർവീസ് നിർത്തിയ കൂട്ടത്തിലാണ് തൃശൂർ പാസഞ്ചറും നിർത്തിയത്. മറ്റെല്ലാ സർവീസുകളും പുനഃസ്ഥാപിച്ചെങ്കിലും വൈകുന്നേരത്തുള്ള പാസഞ്ചർ പുനഃസ്ഥാപിക്കാത്തത് ഏറെ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. തുടർന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നാണ് സർവീസ് പുനരാരംഭിച്ചത്. നേരത്തെ 5:10 ഗുരുവായൂരിൽ നിന്നും പുറപ്പെട്ടിരുന്ന ട്രെയിൻ 6:10 പുറപ്പെടുക. 6:50 തൃശൂരിലെത്തുന്ന പാസഞ്ചർ 8:10 മടങ്ങി 8:45 ഗുരുവായൂരിൽ തിരിച്ചെത്തുന്ന രീതിയിലാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. അതേസമയം പാസഞ്ചറിന്റെ സമയം 1 മണിക്കൂർ വൈകി പുനഃക്രമീകരിച്ചത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. പാസഞ്ചറിന്റെ ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും റിപ്പബ്ലിക് ദിനം മുതലാണ് സർവീസ് ആരംഭിക്കുക. പുലർച്ചെ ഗുരുവായൂരിലെത്തി രാത്രി 11:15 പോകുന്ന തിരുവനന്തപുരം എഗ്മോർ എക്സ്പ്രസ് ആണ് പാസഞ്ചറായി ഓടിക്കുന്നത്. പകൽ വെറുതെ കിടക്കുന്ന തീവണ്ടിയുടെ AC കോച്ചുകൾ അടച്ചിട്ടാണ് പാസഞ്ചറായി സർവീസ് നടത്തുന്നത്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ മോനുമെന്റൽ ദേശീയ പതാക ഉയർന്നു. ഇന്ത്യയിലെ പ്രധാന സ്റ്റേഷനുകളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് റെയിൽവേ മന്ത്രാലയം മഹാപതാക സ്ഥാപിച്ചത്. ഇനി ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ ആദ്യം കണ്ണിലുടക്കുന്നത് ആകാശത്തോളം ഉയരത്തിൽ നിൽക്കുന്ന ദേശീയ പതാകയായിരിക്കും. 100 അടി ഉയരമുള്ള 2 ടണ്ണോളം ഭാരമുള്ള ഗാൽവനൈസ്ഡ് ഇരുമ്പ് പൈപ്പാണ് കൊടിമരത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. പതാകയ്ക്ക് 30 അടി നീളവും 20 അടി വീതിയുമുണ്ട്. കാറ്റിലും മഴയിലും പെട്ടെന്ന് കേടുപറ്റാത്ത പോളിസ്റ്റർ തുണിയാണ് പതാകയായി ഉപയോഗിച്ചിരിക്കുന്നത്. രാത്രിയിലും പതാക ദൃശ്യമാകാൻ ചുറ്റും ഹൈ പവർ LED ഫോക്കസ് ലൈറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട്. പതാക ഉയർത്താനും താഴ്ത്താനും മോട്ടോർ സംവിധാനവുമുണ്ട്. RPF ഉദ്യോഗസ്ഥർക്കാണ് പതാകയുടെ സംരക്ഷണ ചുമതല. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ 13 റെയിൽവേ സ്റ്റേഷനുകളിൽ റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി മഹാപതാക സ്ഥാപിക്കും. ഏകദേശം 9 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെയാണ് ഒരെണ്ണത്തിൻ്റെ നിർമ്മാണ ചെലവ്. സാധാരണ ദേശീയ പതാക സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഉയർത്തുമ്പോൾ ഈ കൂറ്റൻ പതാക രാത്രിയിലും ഉയർത്തിയിടാൻ അനുവാദമുണ്ട്. യാത്രക്കാരുടെ മനസ്സിൽ രാജ്യത്തോടുള്ള സ്നേഹവും ഐക്യബോധവും അഭിമാനവും വളർത്തുന്നതോടൊപ്പം റെയിൽവേയുടെ പ്രൗഢി വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രാഥമിക ലക്ഷ്യം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന റെയിൽവേ സ്റ്റേഷനായതിനാൽ ഭാവിയിൽ ഇതിനെ വലിയൊരു ഹബ്ബായി മാറ്റാൻ റെയിൽവേ മന്ത്രാലയത്തിന് പദ്ധതിയുണ്ട്. ഇതിൻ്റെ ഭാഗമായി അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം 8 മുതൽ 12 കോടി രൂപ വരെ ചിലവഴിച്ചുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുവരുന്നത്.
നന്നമുക്ക് ഗ്രാമപഞ്ചായത്തിലെ മൂക്കുതല കാഞ്ഞിയൂരിൽ വെള്ളിയാഴ്ച രാവിലെ ഉണ്ടായ തെരുവുനായ ആക്രമണത്തിൽ വിദ്യാർത്ഥി ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. GMLP സ്കൂളിന് പുറകിലുള്ള മുള്ളത്ത് ഗോപകുമാറിനെയാണ് ആദ്യം നായ കടിച്ചത്. തുടർന്ന് 2ാം ക്ലാസ് വിദ്യാർത്ഥിനി സുഹാന, ഉത്തർപ്രദേശ് സ്വദേശിയായ ആനന്ദ് അടക്കമുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ എന്നിവരെയും നായ ആക്രമിച്ചു. തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയെ കടിക്കാൻ ശ്രമിച്ചെങ്കിലും വീട്ടിലുള്ളവർ ബഹളം വെച്ചതോടെ നായ പിന്മാറി. കാഞ്ഞൂർ സ്വദേശിയായ ഇബ്രാഹിമിന് നേരെ നായ ചാടിയെങ്കിലും കയ്യിലുണ്ടായിരുന്ന വടി ഉപയോഗിച്ച് പ്രതിരോധിച്ചതോടെ കടിയേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. 5 പേരെ തെരുവുനായ ആക്രമിച്ചെന്ന് നാട്ടുകാർ പറഞ്ഞു. കടിയേറ്റ എല്ലാവരെയും പൊന്നാനിയിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രതിരോധ കുത്തിവയ്പ് എടുപ്പിക്കുകയും ചികിത്സ നൽകുകയും ചെയ്തു. അപ്പോൾ നായ ഞങ്ങൾ കണ്ട പോലെ നേരെ വരിക ചെയ്തു. നേരെ കടിക്കാൻ തന്നെയാണ് ലക്ഷ്യം. അത് അപ്പോൾ മനസ്സിലാക്കുക, നമ്മൾ ഒരു നായ വന്നാൽ നമ്മളെ കണ്ടാൽ ഓടി മറിയും. പക്ഷെ നേരെ കടിക്കാൻ ലക്ഷ്യത്തിൽ വന്ന് ചാടിയപ്പോൾ എൻ്റെ കയ്യിലുള്ള വടി കൊണ്ടൊന്ന് ഒഴിഞ്ഞ് അടിച്ച് മാറിയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ അത് അവിടുന്ന് ഞാനൊരു സൈഡിലേക്ക് വീണു. നായ അവിടുന്ന് നീട്ടിയിട്ട് നേരെ പോയി. തൊട്ട ബാക്കിൽ വട്ടംപറമ്പത്തെ ഒരു വീട്ടിൽ എന്നിട്ട് ഒരു കുട്ടിയുടെ മേത്തേക്ക് ചാടി. എന്തോ ഭാഗ്യം കൊണ്ട് കുട്ടി രക്ഷപ്പെട്ടു. അപ്പോൾ ഇത് വലിയൊരു വിഷയമായിട്ട് വരികയാണ്. ഇപ്പോൾ 5 പേരാണ് കടിച്ചിട്ടുള്ളത്. പഞ്ചായത്തിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്ന് ആരോ വന്നെന്നറിയില്ല. അതുപോലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കൃത്യവിലോപം നടത്തിയ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധ ധർണ. കുന്നംകുളം താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. പോസ്റ്റ്മോർട്ടം നടത്തുന്നതിൽ കൃത്യവിലോപം കാട്ടിയ ഡോക്ടറെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും അല്ലാത്തപക്ഷം വരും ദിവസങ്ങളിൽ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ലോക കേരള സഭാ മെമ്പർ നെൽസൺ ഐപ്പ് പറഞ്ഞു. ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥരല്ല ആശുപത്രിയുടെ ഉന്നതങ്ങളിലും സംസ്ഥാന ആരോഗ്യ മേഖലയിലും ഇരിക്കുന്നതെന്നും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സംസ്ഥാനത്തുടനീളം നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഷോക്കേസ് നോട്ടീസ് ഇതുവരെ കൊടുത്തിട്ടില്ല. അതെന്താണെന്നുള്ള റീസൺ നമുക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. ഇടത്തെ കാല് കൈ മുറിക്കാൻ പോയാൽ വലത്തെ കൈ മുറിക്കും. ഇതൊക്കെയാണ് ഇവരുടെ അംഗങ്ങൾ. പിണറായി വിജയനെ ഇരട്ടച്ചങ്കി എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ പിണറായി വിജയനെ ഒരാൾക്കും പേടിയില്ല. അദ്ദേഹം ഈ പാർട്ടി പ്രവർത്തകരെ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിമാരെ നിലക്ക് നിർത്തുന്ന പോലെ ഒരു ആംബിയർ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരോട് കാണിച്ചിരുന്നുവെങ്കിൽ 3:50 ഡെഡ് ബോഡിയെ അനാദരവ് കാണിക്കാതെ ആ ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതായിരുന്നു. നമ്മുടെ ഈ നാട്ടിലെ കാര്യങ്ങൾ നല്ല സുഖമായി നടത്തിക്കുവാൻ ഈ ഭരണത്തിനെ കൊണ്ട് കൂട്ടിയേ പറ്റുകയില്ല. യോഗത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CB രാജീവ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ ഷാജി ആലിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് PI തോമസ്, കോൺഗ്രസ് നേതാക്കളായ KV ഗീവർ, MS മണികണ്ഠൻ, VV വിനോജ്, ജെറിൻ രാജു, മിഷ സെബാസ്റ്റ്യൻ, മിനി മോൺസി, PN ജയൻ, റോഷിദ് തുടങ്ങിയവർ സംസാരിച്ചു. പുറ്റേക്കര വടേരിയാട്ടിൽ 76 വയസ്സുള്ള ഭാരതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ മണിക്കൂറുകൾ വൈകിയതിനെതിരെയായിരുന്നു കോൺഗ്രസ് പ്രതിഷേധം. രാവിലെ 11 മണിക്ക് ആശുപത്രിയിലെത്തിച്ച മൃതദേഹം വൈകിട്ടാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. കോൺഗ്രസ് നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം നടന്ന ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടത്താനായത്. ഇതോടെ വ്യാഴാഴ്ച വൈകിട്ട് നിശ്ചയിച്ചിരുന്ന സംസ്കാര ചടങ്ങ് വെള്ളിയാഴ്ച രാവിലത്തേക്ക് മാറ്റേണ്ടതായും വന്നു. ഉത്തരവാദിത്വപ്പെട്ട ഡോക്ടറുടെ നിസ്സംഗമായ സമീപനമാണ് ഇതിന് കാരണമെന്നാരോപിച്ചായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം. മൃതദേഹത്തോട് അനാദരവ് കാട്ടിയെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. ചേറ്റുവാഴിമുഖത്ത് ഫൈബർ വഞ്ചിയിൽ നിന്ന് കടലിൽ വീണ് കാണാതായ മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ 2ാം ദിവസവും തുടരുന്നു. ഏങ്ങണ്ടിയൂർ ഏതായി കരിപ്പയിൽ വീട്ടിൽ വിജീഷിനെയാണ് കടലിൽ കാണാതായത്. ബുധനാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു വിജീഷ് ഉൾപ്പെടെ 4-അംഗ സംഘം മീൻപിടുത്തത്തിനായി കടലിൽ പോയത്. എന്നാൽ കടലിൽ വീശിയ ശക്തമായ കാറ്റിനെ തുടർന്ന് മീൻപിടുത്തം സാധ്യമാകാതെ തിരിച്ചുവരുന്നിടെയായിരുന്നു അപകടം സംഭവിച്ചത്. ആടി ഉലഞ്ഞ വഞ്ചിയിൽ നിന്നും വിജീഷ് കടലിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന തൊഴിലാളികൾ ഉടൻ തന്നെ തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. അപകടം നടന്ന ദിവസം തന്നെ ഫിഷറീസ് വകുപ്പും മുനമ്പം കോസ്റ്റൽ പോലീസ് ടീമും റെസ്ക്യൂ ഗാർഡുകളും സംയുക്തമായി കടലിൽ വ്യാപകമായി തിരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ മോശം കാലാവസ്ഥയും മറ്റും തിരിച്ചടിയായി. ഇന്ന് രാവിലെ മുതൽ മുനമ്പം കോസ്റ്റൽ പോലീസ് SIമാരായ ജലീൽ, ശിവദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ കൂടുതൽ സജ്ജീകരണങ്ങളോടെ ഊർജിതമായ തിരച്ചിലാണ് നടത്തിയത്. കടലിൽ കൃത്രിമ പാരുകൾ സൃഷ്ടിച്ച അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന 7 ഫൈബർ വള്ളങ്ങൾ അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റും മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസും ചേർന്ന് പിടിച്ചെടുത്തു. തമിഴ്നാട് കുളച്ചൽ സ്വദേശികളുടെ 7 വള്ളങ്ങളും അനുബന്ധ സാധന സാമഗ്രികളുമാണ് സംയുക്ത സംഘം പിടികൂടിയത്. കൃത്രിമ പാരുകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം വ്യാപകമാണെന്ന പരാതിയെ തുടർന്നായിരുന്നു സംഘം പരിശോധനയ്ക്കിറങ്ങിയത്.
ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നടപടികൾ പൂർത്തീകരിച്ച് ആകെ 3.10 ലക്ഷം രൂപ പിഴ ചുമത്തുകയും ചെയ്തു. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ KP ഗ്രേസിയുടെയും കോസ്റ്റൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ജോബി വർഗീസിന്റെയും നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് വള്ളങ്ങളും അനുബന്ധ ഉപകരണങ്ങളും കൃത്രിമപാര് നിർമ്മിക്കാൻ കൊണ്ടുപോയ വസ്തുക്കളും പിടിച്ചെടുത്തത്. കടലിന്റെ അടിത്തട്ടിലെ ആവാസ ഇടങ്ങൾ കൃത്രിമപാരുകളാൽ നശിപ്പിക്കപ്പെടുന്നതായാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പരാതി. കണവ പിടിക്കാനാണ് കൃത്രിമപാര് ഉണ്ടാക്കുന്നത്. ഉപയോഗശൂന്യമായ വലകളും പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് കന്നാസുകളും തെങ്ങിൻ കുരഞ്ഞിലും മറ്റും കൂട്ടിക്കെട്ടി പ്ലാസ്റ്റിക് ചാക്കുകളിൽ മണൽ നിറച്ച് 25 നോട്ടിക്കൽ മൈൽ ദൂരെ ആഴക്കടലിൽ നിക്ഷേപിച്ചാണ് കണവ പിടിക്കുന്നത്. ഇവ നിക്ഷേപിച്ച സ്ഥലത്തിന്റെ GPS പൊസിഷൻ രേഖപ്പെടുത്തി സൂക്ഷിച്ച് 2 ആഴ്ചയ്ക്കു ശേഷം ഇതേ സ്ഥലത്തു ചെന്ന് ചൂണ്ടയിട്ട് കണവ പിടിക്കുന്നതാണ് ഇവരുടെ രീതി. 2-3 തവണത്തെ ഉപയോഗശേഷം ഇവ ഉപേക്ഷിച്ച് കടലിൽ മറ്റൊരിടത്ത് മറ്റൊരു പാര് സൃഷ്ടിക്കും. ഇത്തരത്തിൽ ആഴക്കടലിൽ നിരവധിയിടങ്ങളിൽ അനധികൃത കൃത്രിമപാര് നിർമ്മിച്ചിരിക്കുന്നതിനാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ സുഗമമായി മത്സ്യബന്ധനം നടത്താൻ കഴിയുന്നില്ലെന്നാണ് പരാതി. പലപ്പോഴും വലകൾ അനധികൃത കൃത്രിമപാരുകളിൽ കുടുങ്ങി നശിച്ച് വൻ നഷ്ടമുണ്ടാകുന്നതായും പരാതിയുണ്ട്. കൃത്രിമപാരുകൾ കടലിൽ മലിനീകരണം ഉണ്ടാക്കുകയും കടൽ ജീവികളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ നശിപ്പിക്കുകയും മത്സ്യലഭ്യത കുറയ്ക്കുമെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. വരും ദിവസങ്ങളിൽ രാത്രികാല പരിശോധന ഉണ്ടാകുമെന്നും പ്ലാസ്റ്റിക്കും കുരഞ്ഞിലുകളും കയറ്റിവരുന്ന വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്നും ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ C. സീമ അറിയിച്ചു. മതസൗഹാർദ്ദത്തിന്റെ മാതൃക തീർത്ത് പാർക്കാടി പൂരത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിൽ സൗഹൃദ സന്ദർശനം നടത്തി മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽമാർ ബെസേലിയോസ് മെത്രാപ്പോലീത്ത. പാർക്കാടി ക്ഷേത്രം ട്രസ്റ്റി തോട്ടപ്പായ ശങ്കരൻ നമ്പൂതിരിയും സജീഷ് നമ്പൂതിരിയും ചേർന്ന് സ്വീകരിച്ചു. ഫാദർ ബെന്യാമിൻ ചിറ്റലപ്പള്ളി, ഫാദർ അപ്രേം അന്തിക്കാട്, സഭാ സെക്രട്ടറി ബിനോയ് മാത്യു, സഭാ ട്രസ്റ്റി ഗീവർ മാണി പനക്കൽ, ഇടവക സെക്രട്ടറി ജോഷി ജോസ്, ട്രഷറർ ടൈഫീസൻ ബാബു, മുൻ നഗരസഭാ കൗൺസിലറും OSRS സെക്രട്ടറിയുമായ MV ഉല്ലാസ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. പാർക്കാടി പൂരത്തിന്റെ ആഘോഷങ്ങളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ മെത്രാപ്പോലീത്ത ഗൃഹസന്ദർശനവും പാർക്കാടി ദേവിയുടെ മൂലസ്ഥാനവും സന്ദർശിച്ചാണ് മടങ്ങിയത്. ഇവിടെ ഒന്ന് സന്ദർശിക്കണമെന്ന് ഒരു താല്പര്യമുണ്ടായിരുന്നു. ഈ ഞായറാഴ്ച ഇവിടുത്തെ പൂരമാണ് കേട്ടപ്പോൾ അതിനിടയിലൊരു ദിവസം ഒന്ന് കാണുക, ദർശിക്കുക എന്നുള്ളത് ഒരു ആഗ്രഹമുണ്ടായി. നമുക്ക് കേട്ടപ്പോഴാണ് ഈ ഞായറാഴ്ചയാണ് പൂരമെന്ന് മനസ്സിലായത്. മിക്ക പൂരങ്ങളും സഭയുടെ പള്ളിപ്പറമ്പിനോട് ചേർന്നുള്ള സ്ഥലത്തു നിന്നാണ് ആരംഭിക്കുന്നത് എന്നുള്ളതാണ് കേട്ടത്. മിക്ക പൂരങ്ങളും നമ്മുടെ സഭാ സ്ഥലങ്ങളിൽ ആരംഭിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഞാൻ ആഗ്രഹിക്കും ഈ പൂരത്തിലൊന്ന് അതിൻ്റെ മുന്നേ ഈ ക്ഷേത്രം ഒന്ന് കാണാൻ ആഗ്രഹിച്ചിരുന്നു. അതായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞായറാഴ്ച വിവാഹ തിരക്കേറും. കഴിഞ്ഞ ദിവസം രാത്രി നടയടയ്ക്കുന്നതുവരെ 245 വിവാഹങ്ങൾ ഷീട്ടാക്കി. താലികെട്ടിന് മുമ്പ് വരെ ഷീട്ടാക്കാൻ സൗകര്യമുള്ളതിനാൽ വിവാഹങ്ങളുടെ എണ്ണം ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. തിരക്കു കണക്കിലെടുത്ത് ദർശനത്തിനും താലികെട്ടിനുമായി ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കും. പുലർച്ചെ 4 മുതൽ താലികെട്ട് ആരംഭിക്കും. 5 മണ്ഡപങ്ങൾ സജ്ജമാക്കും. വിവാഹ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കാൻ അധികം കോയ്മമാരെയും മംഗളവാദ്യ സംഘത്തെയും നിയോഗിക്കും. ക്ഷേത്രത്തിനകത്തും പുറത്തും പൂർണ്ണമായും വൺ വേ നടപ്പാക്കും. ഒരു ദിശയിലേക്ക് മാത്രം ഭക്തരെ കടത്തിവിട്ട് തിരക്ക് നിയന്ത്രിക്കും. വിവാഹ സംഘം തെക്കേനടയിലെ പുതിയ നടപ്പന്തലിലെ കൗണ്ടറിലെത്തി ടോക്കൺ വാങ്ങി വിശ്രമിക്കണം. ഊഴമെത്തുമ്പോൾ മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിലൂടെ വിവാഹ മണ്ഡപത്തിലെത്തി ചടങ്ങ് നടത്താം. താലികെട്ട് കഴിഞ്ഞാൽ തെക്കേനട വഴി മടങ്ങിപ്പോകണം. വധുവരന്മാർക്കൊപ്പം ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ 24 പേരെ മാത്രമാണ് മണ്ഡപത്തിന് സമീപത്തേക്ക് കടത്തിവിടുക. ക്ഷേത്രത്തിൽ പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം എന്നിവ അനുവദിക്കില്ല. കോട്ടപ്പടിയിലും തൊഴിയൂരിലുമായി കഴിഞ്ഞ ദിവസം വീടുകളും കടകളും കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിൽ 3 പേരെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊട്ടാരക്കര മേലില ഷെഫീഖ്, മനസലിൽ സതീഷ് എന്ന റഫീഖ്, ചാവക്കാട് തിരുവത്ര കണ്ണാച്ചി അനിൽ, കോട്ടപ്പടി പുന്നത്തൂർ റോഡ് പുത്തിയിൽ ശ്രീകുട്ടൻ എന്നിവരെയാണ് SHO K. സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 4-ാം തീയതി രാത്രി കോട്ടപ്പടി വലിയ പുരയ്ക്കൽ വിപിന്റെ പൂട്ടിക്കിടന്ന വീട്ടിലെ മോഷണ ശ്രമവും 13-ന് രാത്രി തൊഴിയൂരിൽ പൂട്ടിക്കിടന്ന കടകളിലും സ്കൂളിലും മോഷണം നടത്തിയത് റഫീഖാണെന്ന് പോലീസ് പറഞ്ഞു. വിവിധ ജില്ലകളിലായി 100ഓളം മോഷണ കേസുകൾ പ്രതിയാണ് ഇയാൾ.
ആളില്ലാത്ത വീടുകൾ കണ്ടെത്തി റഫീഖിനെ അറിയിച്ചതിനാണ് മറ്റ് രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. ജയിലിൽ വെച്ചാണ് ഇവർ പരിചയത്തിലാകുന്നത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിലാണ് പ്രതികൾ വലയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓർത്തഡോക്സ് കൺവെൻഷൻ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലെ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ നഗറിൽ ആരംഭിച്ചു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായിട്ടാണ് കൺവെൻഷൻ നടക്കുന്നത്. കൺവെൻഷന് മുന്നോടിയായി വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് നടന്ന കുന്നംകുളം ഭദ്രാസന റൂബി ജൂബിലി സമാപന സമ്മേളനം മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം നിർവഹിച്ചു. ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗിവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. സീനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജ് അനീഷ് ചാക്കോ മുഖ്യ സന്ദേശം നൽകി. കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, നഗരസഭാ കൗൺസിലർ ഗീതാ ശശി, ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഫാദർ VM ശമുവേൽ എന്നിവർ സംസാരിച്ചു. യോഗത്തിനു ശേഷം കത്തോലിക്കേറ്റ് മംഗളഗാനവും തുടർന്ന് മുൾക്കിരീടം ബൈബിൾ നാടകവും അരങ്ങേറി. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സന്ധ്യാനമസ്കാരത്തോടെ കൺവെൻഷൻ ആരംഭിക്കും. ഭദ്രാസനാധിപൻ ഡോക്ടർ ഗിവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം നിർവഹിക്കും. ഫാദർ സക്കറിയ തോമസ് പുതുപ്പള്ളി വചന ശുശ്രൂഷ നടത്തും. ശനിയാഴ്ച രാവിലെ 10-ന് മർത്താമറിയം വനിതാ സമാജം ഏകദിന സമ്മേളനം നടക്കും. വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന വചന ശുശ്രൂഷയ്ക്ക് ഫാദർ നോബിൾ സ്കറിയ നേതൃത്വം നൽകും. 25-ാം തീയതി ഞായറാഴ്ച രാവിലെ 10:30-ന് സൺഡേ സ്കൂൾ ബാലജന സമാജ സംഗമം നടക്കും. വൈകുന്നേരം 6:45-ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഫാദർ AB ഫിലിപ്പ് കാർത്തികപ്പള്ളി വചന പ്രഘോഷണം നടത്തും. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത സമാപന സന്ദേശവും ആശീർവാദവും നിർവഹിക്കും. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് സന്ധ്യാനമസ്കാരവും തുടർന്ന് ഗാന ശുശ്രൂഷയും ഉണ്ടായിരിക്കും. ഭദ്രാസനത്തിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള വിശ്വാസികൾ കൺവെൻഷനിൽ സംബന്ധിക്കും. ജാമ്യത്തിലിറങ്ങി മുങ്ങി നടന്ന പോക്സോ കേസ് പ്രതിയെ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. കടങ്ങോട് തെക്കുമുറി സ്വദേശി മാനമ്പുള്ളി വീട്ടിൽ മോഹനന്റെ മകൻ ശ്രീജിത്തിനെയാണ് പിടികൂടിയത്. 2023-ൽ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്ത റിമാൻഡ് തടവിലിരിക്കെ കോടതിയിൽ നിന്നും ജാമ്യം നേടി ഇറങ്ങി മുങ്ങിയതാണ് ശ്രീജിത്ത്. വയനാട്ടിലും കേരളത്തിന് പുറത്ത് ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, കന്യാകുമാരി ജില്ലയിലെ അരുമനൈ, സേലം, ഗോവ എന്നിവിടങ്ങളിലും ഒളിച്ചു താമസിച്ചു വരികയായിരുന്നു. നേപ്പാളിലേക്ക് ഒളിവിൽ പോയി താമസിക്കാനുള്ള ശ്രമത്തിനിടയിൽ വയനാട്ടിലെ ഒളിത്താവളത്തിൽ നിന്നാണ് എരുമപ്പെട്ടി പോലീസിന്റെ നേതൃത്വത്തിൽ ഇയാളെ അതിവിദഗ്ധമായി പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ACP സന്തോഷിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ S അനീഷ് കുമാർ, CPMമാരായ നൌഷാദ്, CP സജീഷ്, എൽദോ, ശ്രീജിത്ത് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ജനപ്രതിനിധികളുടെ കുത്തിയിരിപ്പ് സമരം ഫലം കണ്ടു. ചൂണ്ടൽ പഞ്ചായത്തിലെ മഴവഞ്ചേരി പെരുവന്മല മേഖലയിൽ ഒരാഴ്ചയ്ക്ക് ശേഷം കുടിവെള്ളമെത്തി. ചൂണ്ടൽ പഞ്ചായത്തിലെ പെരുവന്മല ജനശക്തി റോഡിലെ പൊതു ടാപ്പിലേക്കുള്ള കണക്ഷൻ ഒരാഴ്ച മുമ്പ് വാട്ടർ അതോറിറ്റി അധികൃതർ വിച്ഛേദിച്ചിരുന്നു. പഞ്ചായത്ത് അധികൃതരെയോ വാർഡ് മെമ്പറെയോ വിവരം അറിയിക്കാതെയാണ് വെള്ളത്തിൻ്റെ കണക്ഷൻ വിച്ഛേദിച്ചത്. മേഖലയിലെ വീടുകളിൽ കിണറുകളില്ലാത്ത രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പ്രദേശവാസികൾ ഇതുമൂലം കഴിഞ്ഞ ഒരാഴ്ചയായി വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചിരുന്നത്. ജനങ്ങളുടെ ദുരിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു, പഞ്ചായത്ത് അംഗം PS സഹല, CPM പ്രവർത്തകർ തുടങ്ങിയവർ വെള്ളിയാഴ്ച വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി പ്രതിഷേധം അറിയിച്ചു. ഒരാഴ്ചയായി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് അംഗം തുടങ്ങിയവർ മാറി മാറി വിളിച്ചിട്ടും കുടിവെള്ളമെത്തിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലായിരുന്നു ജനപ്രതിനിധികളുടെയും പാർട്ടി പ്രവർത്തകരുടെയും പ്രതിഷേധം. പ്രദേശത്തുള്ള പ്രായമായ വ്യക്തി പൊതുടാപ്പിൽ നിന്നും ഹോസ് ഉപയോഗിച്ച് വെള്ളമെടുത്തത് പരിശോധനയിൽ കണ്ടെത്തിയതിനാലാണ് കണക്ഷൻ വിച്ഛേദിച്ചതെന്ന് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികളോട് വിശദീകരിച്ചെങ്കിലും നിയമലംഘനം നടത്തിയ വ്യക്തിയെ നിയമം അനുശാസിക്കുന്ന ശിക്ഷ നൽകുന്നതിന് പകരം പ്രദേശത്താകെ കുടിവെള്ളം മുട്ടിക്കുന്ന സമീപനം ശരിയല്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധികളും വ്യക്തമാക്കി. 17-ാം തീയതി കട്ട് ചെയ്ത് 16-ാം തീയതി കട്ട് ചെയ്തിട്ട് 17-ാം തീയതി ഞാൻ വിളി തുടങ്ങിയതാ. എന്തെങ്കിലും ഒരു ആക്ഷൻ അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്താണെന്നറിയോ, പ്രസിഡന്റ് അങ്ങനെ എഴുതി ഒപ്പിട്ട് തരാം. എന്ത് കാര്യത്തിന് എഴുതി ഒപ്പിട്ട് തരണം? ഒരാളുടെ വെള്ളം ഒരാൾ പൈപ്പിട്ട് വെള്ളം എടുത്തു പറഞ്ഞിട്ട് ആ ഭാഗത്ത് എല്ലാവരുടെയും വെള്ളം മൊത്തം ടാപ്പ് ഒട്ടിച്ച് പോവുക, അതൊരു ശരിയായ നടപടിയായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. 20-21 കുടുംബങ്ങളുണ്ട്. SC കുടുംബങ്ങളാണ് ഉള്ളത്. അതിൽ വയ്യാത്തവരും നടക്കാൻ വയ്യാത്ത ആൾക്കാരാണ്. ഒരാളെ പേരിൽ ഇവരെ ആ 20-21 കുടുംബത്തിൻ്റെ കുടിവെള്ളം നമ്മുടെ വെള്ളമാണ് മുട്ടിച്ചുള്ളത്. ആ കണക്ഷൻ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്തത്.
നമ്മൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് പോവുള്ളൂ. അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് പോവുള്ളൂ. ഇതിനിടെ കേരള കോൺഗ്രസ് എം നേതാവ് കൂടിയായ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനെ ഫോണിൽ ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ അറിയിച്ചു. ഇതോടെ പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിൽ അടിയന്തരമായി കുടിവെള്ളം എത്തിക്കാൻ മന്ത്രിയുടെ ഓഫീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. തുടർന്ന് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തെ തുടർന്ന് കരാറുകാരനെത്തി ഉച്ചയോടെ കുടിവെള്ള കണക്ഷൻ പുനഃസ്ഥാപിക്കുകയായിരുന്നു. ഇതോടെ ഒരാഴ്ച നീണ്ട പ്രദേശവാസികളുടെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാവുകയും ചെയ്തു. കുരുമുച്ചി സെന്റ് സേവിയേഴ്സ് ഇടവകയിലെ ഈ വർഷത്തെ തിരുനാൾ ജനുവരി 24, 25, 26, 27 തീയതികളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഭക്തിനിർഭരമായ തിരുകർമ്മങ്ങളോടെ ആഘോഷിക്കും. വൈവിധ്യമാർന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കലാപരിപാടികളും തിരുനാളിന്റെ ഭാഗമായി നടക്കും. ജനുവരി 24 വൈകിട്ട് ദിവ്യബലിക്ക് ശേഷം ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം കുന്നംകുളം പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ CR സന്തോഷ് നിർവഹിക്കും. തുടർന്ന് കോഴിക്കോട് സങ്കീർത്തനയുടെ കാലം പറക്കും എന്ന നാടകാവതരണമുണ്ടാകും. ജനുവരി 25 തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രത്യേക പ്രാർത്ഥനകളും രൂപം എഴുന്നള്ളിക്കലും നടക്കും. തുടർന്ന് കുടുംബ കൂട്ടായ്മകളിലേക്ക് അമ്പ് വള എഴുന്നള്ളിക്കും. വൈകിട്ട് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തിനിർഭരമായ അമ്പ് പ്രദക്ഷിണങ്ങൾ പള്ളിയിലെത്തി സംഗമിക്കും. 150ഓളം ബാൻഡ് വാദ്യ കലാകാരന്മാർ അണിനിരക്കുന്ന സംയുക്തവാദ്യം അരങ്ങേറും. ജനുവരി 26 തിരുനാൾ ദിനത്തിൽ രാവിലെ 10 മണിക്ക് ഫാദർ ജിജോ തറയിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള ആഘോഷമായ പാട്ടുകുർബാനയിൽ ഫാദർ അജിത്ത് കൊള്ളനൂർ വചന സന്ദേശം നൽകും. വൈകുന്നേരം 5 മണിക്ക് വിശുദ്ധരുടെ രൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണം നഗരവീഥികൾ ചുറ്റി പള്ളിയിൽ തിരിച്ചെത്തും. തുടർന്ന് ബാൻഡുവാദ്യ മത്സരമുണ്ടാകും. ജനുവരി 27 തിരുനാളിന്റെ സമാപനത്തോടനുബന്ധിച്ച് വൈകിട്ട് 4:30 ഫാദർ ഫെബിൻ കുത്തൂർ കാർമ്മികനായി മരിച്ചവർക്കായുള്ള റാസ കുർബാനയും തുടർന്ന് മൂവാറ്റുപുഴ ഏഞ്ചൽ വോയ്സിന്റെ ഗാനമേളയും ഉണ്ടാകും. തിരുനാളിനോടനുബന്ധിച്ച് പാവപ്പെട്ടവർക്കും കഷ്ടത അനുഭവിക്കുന്നവർക്കും താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ വിപുലമായ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇത്തവണ വിഭാവനം ചെയ്തിട്ടുണ്ട്. ക്യാൻസർ ചികിത്സാ സഹായം, വിദ്യാഭ്യാസ ധനസഹായം, ജീവകാരുണ്യ സ്ഥാപനങ്ങൾക്കായുള്ള ധനസഹായം എന്നിവയുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് തിരുനാൾ കമ്മിറ്റി നേതൃത്വം നൽകും. വികാരി ഫാദർ ജെയ്സൺ മാറോക്കി, തിരുനാൾ ആഘോഷ കമ്മിറ്റി കൺവീനർ ഷാജൻ മാറോക്കി, കൈക്കാരന്മാരായ KV ജോയ്, അൽഫോൺസ് മുട്ടത്ത്, പ്രതിനിധി യോഗം സെക്രട്ടറി അഡ്വക്കേറ്റ് സോജൻ ജോബ് എന്നിവർ പങ്കെടുത്തു. ചെമ്മന്തട്ട വില്ലേജ് ഓഫീസ് സ്മാർട്ട് ആകുന്നു. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ ചെമ്മന്തട്ട വില്ലേജ് ഓഫീസ് നിർമ്മാണത്തിന് 50 ലക്ഷം രൂപയുടെ ഭരണാനുമതിയായി. 2025-2026 വർഷത്തെ റവന്യൂ വകുപ്പിന്റെ പ്ലാൻ സ്കീം പ്രകാരം സ്മാർട്ട് വില്ലേജ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിയിലാണ് AC മൊയ്തീൻ MLAയുടെ ശ്രമഫലമായി കുന്നംകുളം താലൂക്കിലെ ചെമ്മന്തട്ട വില്ലേജ് കെട്ടിടം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഓൺലൈനായും പരമ്പരാഗത രീതിയിലും പൊതുജനങ്ങൾക്ക് റവന്യൂ സേവനങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കാനാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ ലക്ഷ്യമിടുന്നത്. ഇതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടിയ പുതിയ കെട്ടിടം നിർമ്മിക്കുക വഴി സൃഷ്ടിക്കപ്പെടുന്ന നൂതന വിവര സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഓഫീസ് അന്തരീക്ഷം പൊതുജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ഗുണപരമാകുമെന്ന് MLA അറിയിച്ചു. സംസ്ഥാനത്ത് 52 വില്ലേജുകളെയാണ് ഇത്തരത്തിൽ സ്മാർട്ടാക്കുവാൻ ഈ വർഷം തിരഞ്ഞെടുത്തിരിക്കുന്നത്. കണ്ടാണശ്ശേരി വാഴാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ മകരപ്പത്ത് മഹോത്സവം ശനിയാഴ്ച ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. പുലർച്ചെ 4:30 നട തുറക്കലിന് ശേഷം അഭിഷേകങ്ങൾ, മലർനിവേദ്യം, 6 കൊടിയേറ്റം, 6:15 നടക്കൽപ്പറ, 7 ഉഷപൂജ, 11 ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷം നടയടയ്ക്കും. 1:30 നട തുറക്കലിന് ശേഷം 2 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. തട്ടകത്തെ 10 ദേശങ്ങളിൽ നിന്നുള്ള പ്രാദേശിക പൂരമെഴുന്നള്ളിപ്പുകൾ ഉച്ചയോടെ ആരംഭിച്ച് ദേശം ചുറ്റിയ ശേഷം 3:20 ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിത്തുടങ്ങും. 5:45 പഞ്ചവാദ്യത്തിലും 6:45 ചെണ്ടമേളത്തിലും കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. 7:45 പൂരമാഘോഷത്തിന് സമാപനമാകും. മകരപ്പത്ത് മഹോത്സവത്തോടനുബന്ധിച്ച് ദേശത്തെ വേല സമുദായങ്ങളുടെ നേതൃത്വത്തിൽ തെയ്യം, കരിങ്കാളി തുടങ്ങിയ വിവിധ നാടൻ കലാരൂപങ്ങൾ ക്ഷേത്രത്തിലെത്തിച്ചേരും. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ ബാലകൃഷ്ണൻ, VS സിജോ, ഷാജി പല്ലിക്കാട്ട് എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. പൂരം CCTV സിനിമാ ചാനലിലൂടെയും യൂട്യൂബിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ അജ്ഞാതനെ കടലിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയാണ് ബ്ലാങ്ങാട് ബീച്ചിൽ മൃതദേഹം കരയ്ക്കടിഞ്ഞത്. ചാവക്കാട് ഹയാത്ത് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മരിച്ചയാളെ പറ്റി എന്തെങ്കിലും വിവരം അറിയുന്നവർ മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് SHO അറിയിച്ചു.
കുന്നംകുളം നഗരസഭയുടെ കീഴിലുള്ള സർക്കാർ വിദ്യാലയങ്ങളിൽ പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ആവിഷ്കരിച്ച വിജയതീരം തേടി വിദ്യാഭ്യാസ ശാക്തീകരണ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ലഘുഭക്ഷണ വിതരണ പദ്ധതിക്ക് തുടക്കമായി. അധിക പഠന സമയത്ത് കുട്ടികൾക്ക് ഭക്ഷണം ലഭ്യമാക്കുന്നതാണ് പദ്ധതി. ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങ് കുന്നംകുളം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജെജു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് P. വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ബീന ബാബു ചടങ്ങിൽ മുഖ്യാതിഥിയായി. PTA വൈസ് പ്രസിഡന്റ് ബിനീഷ്, എക്സിക്യൂട്ടീവ് മെമ്പർ ബബിത, VHSV പ്രിൻസിപ്പൽ A. വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക PT ലില്ലി സ്വാഗതവും HSS പ്രിൻസിപ്പൽ PI റസിയ നന്ദിയും പറഞ്ഞു. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. അസുഖത്തെ തുടർന്ന് അകാലത്തിൽ മരണമടഞ്ഞ ദമ്പതികളുടെ മക്കളായ 13, 11, 9 വയസ്സുള്ള കുട്ടികൾക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചു നൽകുന്നത്. കടവലൂർ പഞ്ചായത്തിലെ കല്ലുംപുറം വാർഡിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന വിജയനും വിജിതയും ഒന്നിടവിട്ട വർഷങ്ങളിലാണ് അസുഖം മൂലം മരിച്ചത്. വിജിതയുടെ സഹോദരിയുടെ ഒപ്പമാണ് കുട്ടികൾ ഇപ്പോൾ താമസം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ SC ഫണ്ടിൽ നിന്നും 11 ലക്ഷം രൂപ ചെലവിട്ടാണ് കോത്തോളിക്കുന്നിൽ സ്ഥലം വാങ്ങി 600 സ്ക്വയർ ഫീറ്റുള്ള വീട് നിർമ്മിച്ചു നൽകുന്നത്. വെള്ളിയാഴ്ച രാവിലെ 10-ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് തറയ്ക്ക് കുറ്റിയടിച്ചുകൊണ്ട് നിർമ്മാണോദ്ഘാടനം നടത്തി. ദുർബല ജനവിഭാഗങ്ങളുടെ വീടും പറമ്പും വാങ്ങിക്കുന്ന സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് ഈ കുട്ടികൾക്ക് വീട് നൽകാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുള്ളത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഒരു 3 മാസത്തിനകമെങ്കിലും വീടിൻ്റെ പണി പൂർത്തീകരിച്ച് അവർക്കത് കൈമാറാവുന്ന തരത്തിലാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. എല്ലാവിധ ആശംസകളും നേരെയാണ്. എത്രയും പെട്ടെന്ന് ഈ പണി പൂർത്തീകരിച്ച് അവർക്ക് താമസിക്കാവുന്ന ഒരു അന്തരീക്ഷമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. 3 മാസത്തിനകം വീടിന്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ കടവലൂർ പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് രഘുനാഥ് പറഞ്ഞു. കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഘോഷ് പൂവത്തിങ്കൽ, പ്രജിത് കുമാർ, കടവലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സലീം, പഞ്ചായത്ത് അംഗങ്ങളായ ഫസീല ഹസൻ, രജിത ആനന്ദൻ, SC പ്രൊമോട്ടർ യദുകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൊച്ചനാംകുളങ്ങര ഭഗവതി ക്ഷേത്രോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു. പ്രസ് ഫോറം പ്രസിഡന്റ് ലിജിത് തരകൻ പ്രകാശനം നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ KT സഹദേവൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് രാധാകൃഷ്ണൻ പൊറ്റയിൽ, സെക്രട്ടറി SS കൃഷ്ണേന്ദ്ര സുന്ദർ, സംഘാടക സമിതി ജനറൽ കൺവീനർ പ്രദീപ് കരുമത്തിൽ, ദയാനന്ദൻ തറയിൽ, ഷാജി അതിരിങ്ങൽ, ധനീഷ് കാണങ്കോട്ട്, ഷാജി മണപ്പറമ്പിൽ, സൂര്യനാരായണൻ, നാരായണൻ കാരയിൽ എന്നിവർ സംസാരിച്ചു. ഫെബ്രുവരി 4-ന് വൈകിട്ട് 7 മണിക്കാണ് ഉത്സവ കൊടിയേറ്റം. മേൽശാന്തി പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടക്കുക. തുടർന്നുള്ള സാംസ്കാരിക സമ്മേളനം അജിത് കൊളാടി ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, കലാമണ്ഡലം രാജൻ, തെച്ചിയിൽ ഷൺമുഖൻ, രാമരാജ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. ഫെബ്രുവരി 13-നാണ് ക്ഷേത്രോത്സവം. റോഡുകൾ അറ്റകുറ്റപ്പണിക്കായി പാതി പണിതിട്ട് മാസം 2 കഴിഞ്ഞിട്ടും പൂർത്തീകരണത്തിന് നടപടിയില്ല. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ചാവക്കാട് നഗരസഭ പുന്ന പുതിയറ റോഡ്, കോട്ടപ്പുറം ബീച്ച് റോഡ് എന്നിവയാണ് 2 മാസത്തിലധികമായി പാതി പണിതിട്ട് പൂർത്തിയാകാതെ കിടക്കുന്നത്. മെറ്റലും ക്വാറിപ്പൊടിയുമിട്ട റോഡ് നിർമ്മാണം പൂർത്തിയാകാതെ കിടക്കുകയാണ്. ഇതുമൂലം വാഹനങ്ങൾ കടന്നുപോകാൻ ഏറെ ബുദ്ധിമുട്ടുന്ന സ്ഥിതിയാണ്. കല്ലുമൂലം വാഹനങ്ങളുടെ ടയറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതായി ഓട്ടോ തൊഴിലാളികൾ പറയുന്നു. കൂടാതെ കാറ്റ് വീശുമ്പോൾ ക്വാറിപ്പൊടി മൂലം സമീപത്തെ വീട്ടുകാരും കാൽനടയാത്രികരും ബുദ്ധിമുട്ട് നേരിടുന്നെന്നും നാട്ടുകാർ പറഞ്ഞു. പുന്ന സെന്റർ മുതൽ പള്ളി വരെയാണ് റോഡ് ഈ നിലയിൽ കിടക്കുന്നത്. കോട്ടപ്പുറം ബീച്ചിലും സമാന സ്ഥിതി തന്നെയാണ്. വർഷങ്ങളായി ഈ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട്. തിരുവത്ര ഭാഗത്തു നിന്നുള്ളവർക്കുൾപ്പെടെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്കും ഗുരുവായൂരിലേക്കും വേഗത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന റോഡാണിത്. കൂടാതെ പുന്നക്ഷേത്രം, സ്കൂൾ എന്നിവ സ്ഥിതി ചെയ്യുന്നതിനാലും ആളുകൾ കൂടുതലായി ഉപയോഗിക്കുന്ന പാതയായതിനാലും എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തീകരിച്ച് പ്രശ്നപരിഹാരം സാധ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇരിങ്ങപ്പുറം SMUP സ്കൂളിന്റെ 112-ാം വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും വർണ്ണാഭമായി. ബുധൻ, വ്യാഴം ദിവസങ്ങളിലായിട്ടായിരുന്നു വിവിധ പരിപാടികളോടെ സ്കൂൾ വാർഷികാഘോഷം നടത്തിയത്. വ്യാഴാഴ്ച വൈകിട്ട് 5-ന് നടന്ന സ്കൂൾ വാർഷികാഘോഷം കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷ ആർഷ ജിജു അധ്യക്ഷയായി. ജനറൽ കൺവീനർ സിനി KS സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു KS റിപ്പോർട്ട് അവതരിപ്പിച്ചു.
ചടങ്ങിൽ സാഹിത്യ മത്സരത്തിൽ ഉന്നത വിജയം നേടിയ ഗൗതം CS-ന് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി സാഹിത്യ പുരസ്കാരം സരസ്വതി കൃഷ്ണൻകുട്ടി സമ്മാനിച്ചു. SSLC +2 വിജയികളെ ചാവക്കാട് BPC അനീഷ് ലോറൻസും റാങ്ക് ഹോൾഡർമാരെ കുന്നംകുളം നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പുഷ്പ ജോൺ എന്നിവരും ആദരിച്ചു. LSS USS ജേതാക്കൾക്കുള്ള അനുമോദനവും നടന്നു. വാർഡ് കൗൺസിലർമാരായ OG ബാജി, ലബീബ് ഹസൻ, മാനേജർ പ്രതിനിധി KR സുജിത്ത്, PTA പ്രസിഡന്റ് KK സുധീഷ്, OSA പ്രസിഡന്റ് C ഹരിദാസ്, MPTA പ്രസിഡന്റ് അശ്വതി സുജയൻ, സ്കൂൾ ലീഡർ മാസ്റ്റർ റിതുൽ കൃഷ്ണ AR, സ്റ്റാഫ് പ്രതിനിധി M റീന എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന ഹെഡ്മാസ്റ്റർ KS സജീവ് മറുപടി പ്രസംഗം നടത്തി. സ്റ്റാഫ് പ്രതിനിധി KR സുഭഗ നന്ദി പറഞ്ഞു. ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം വൈറ്റ് സ്മോക്ക് ഇവന്റ് അവതരിപ്പിച്ച കലാസന്ധ്യയും നടന്നു. അത്താഴ വിരുന്നോടുകൂടി പരിപാടികൾ സമാപിച്ചു. CCC ഗുരുവായൂരിന്റെ 5.5 പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യം ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയ സ്മരണയുടെ പ്രകാശനം നടന്നു. ഗുരുവായൂർ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ഉപാധ്യക്ഷൻ KK ജ്യോതിരാജ് പ്രകാശനം നിർവഹിച്ചു. CCTV റിപ്പോർട്ടർ KV സുബേർ ഏറ്റുവാങ്ങി. CCC പ്രസിഡന്റ് CD ജോൺസൺ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ ലിജിത് തറകൻ, CCC ഭാരവാഹികളായ ലത്തീഫ് മമിയൂർ, ചന്ദ്രൻ ചങ്കത്ത്, പ്രസാദ് പട്ടണത്ത്, ഡേവിസ് ചുങ്കത്ത്, V വിദ്യാധരൻ, വേണു ചെറായി, ബാബു അരിയന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. പുന്നയൂർക്കുളം പഞ്ചായത്തിന്റെയും കേരള സർക്കാർ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെയും സഹകരണത്തോടെ 2025-2026 തീരോന്നതി പദ്ധതിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്കായി അറിവ് എന്ന തലക്കെട്ടിൽ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് തൃശൂർ ജില്ലാ ചാവക്കാട് മത്സ്യഭവന്റെ നേതൃത്വത്തിലാണ് അണ്ടത്തോട് VP മാമു മെമ്മോറിയൽ കമ്മ്യൂണിറ്റി ഹാളിൽ പരിപാടി നടത്തിയത്. പുന്നയൂർക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രസിഡന്റ് TK ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ധർമ്മൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KH ആബിദ്, മറ്റ് പഞ്ചായത്ത് അംഗങ്ങളും സംസാരിച്ചു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഫിഷറീസ് ഓഫീസർ VV സുജിത് മത്സ്യത്തൊഴിലാളികൾക്കായി നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളും ലഭിക്കാവുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു. ചാവക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ C ബിനോജ് ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെയും പ്രത്യാഘാതങ്ങളെയും സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിലെ സീനിയർ മെക്കാനിക് TU മനോജ് KMFR ആക്ട് നിയമങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. ചാവക്കാട് ഫിഷറീസ് സ്കൂളിലെ കൗൺസിലർ റിൻസി, പഞ്ചായത്ത് പ്രതിനിധി ഹൈദ്രോസ് എന്നിവരും ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. ചാവക്കാട് മത്സ്യഭവനിലെ AFEO ടോണി ജോസഫ്, FO ശ്രീലാൽ, ഓഫീസ് അറ്റൻഡന്റ് മനീഷ് മോഹൻ തുടങ്ങി ഫിഷറീസ് ഓഫീസ് അംഗങ്ങളും നിരവധി മത്സ്യത്തൊഴിലാളികളും പരിപാടിയിൽ പങ്കെടുത്തു. വിഷലഹരികൾ ഉപയോഗിച്ചു വരുന്ന ഈ പ്രവണത നമുക്ക് നമ്മുടെ ലോകത്തിൽ നിന്ന് തന്നെ മാറ്റപ്പെടണമെങ്കിൽ എന്തു വേണം? എല്ലാവരും കൈകോർത്ത് പിടിക്കണം. വേണ്ടേ? നമ്മളെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് ഇപ്പോ കടലിൽ പോയില്ലേ, വളരെയധികം ബുദ്ധിമുട്ടി വർക്ക് ചെയ്യുന്നവരല്ലേ നമ്മുടെ ഹസ്ബൻഡ് ആണെങ്കിലും അല്ലേ, ഇത്രയും അതായത് അതിഭീകരമായ കണ്ണത്ത ദൂരത്ത് ഒന്നും കാണാതെ. കടവല്ലൂർ കൊരട്ടിക്കരയിൽ മിനി ലോറി മറിഞ്ഞ അപകടം. ലോറിയിലുണ്ടായിരുന്ന 2 പേർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂളിന് സമീപം പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. മലപ്പുറത്തേക്ക് ടയറുമായി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പാതയോരത്ത് കൂട്ടിയിട്ടിരുന്ന മൺതിട്ടയിൽ ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി റോഡിൽ മറിയുകയായിരുന്നു. ക്രെയിൻ ഉപയോഗിച്ച് ലോറി പിന്നീട് റോഡിൽ നിന്ന് നീക്കം ചെയ്തു. വേലൂർ വെള്ളാട്ടഞ്ഞൂർ ശ്രീ കൂട്ടുമുച്ചയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് ആരംഭം കുറിച്ച് കൊടിയേറ്റം നടന്നു. ജനുവരി 29, 30, 31 തീയതികളിലായിട്ടാണ് പൂരാഘോഷം CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. ക്ഷേത്രം മേൽശാന്തി നടുവിൽ മഠം ശ്രീനിവാസ അയ്യരാണ് കൊടിയേറ്റ് നടത്തിയത്. ഉത്സവാഘോഷത്തിന്റെ പറപുറപ്പാട് 27-ന് ആരംഭിക്കും. നടക്കൽ പറയ്ക്കു ശേഷം ദേശത്തെ വീടുകളിൽ പറയെടുപ്പ് നടക്കും. നടക്കൽ പറയ്ക്കും ദേശപ്പറയ്ക്കും കോമരം വിശ്വനാഥൻ തയ്യൂർ കാർമ്മികനാകും. 27-ന് ക്ഷേത്രോത്സവ വേദിയിൽ കലാസന്ധ്യയോടനുബന്ധിച്ച് നൃത്യങ്ങൾ അരങ്ങേറും. 28-ന് റോക്ക് ആൻഡ് രാഗ ഓർക്കസ്ട്രയുടെ ഗാനമേള നടക്കും. 29-ന് വിശേഷാൽ പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 2-ന് വെള്ളാറ്റഞ്ഞൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്മാരുടെ അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിക്കും.
സന്ധ്യയ്ക്ക് പരമ്പരാഗത അനുഷ്ഠാന കലാരൂപങ്ങളുമായി കീഴേക്കാവ് വേല കൊട്ടിക്കയറും. തുടർന്ന് താളവാദ്യത്തോടെ തോറ്റം ചെല്ലലോടെ കീഴേക്കാവിൽ വേല കീഴടക്കും. രാത്രിയോടെ പടിഞ്ഞാറ്റുമുറി, കെട്ടുമുക്ക്, നോർത്തേൺ ക്രൂ, പുഷ്പാഞ്ജലി, ഉദയം, ന്യൂ റിതം, പുതുമ തുടങ്ങിയ ആഘോഷ കമ്മിറ്റികളുടെ ഉത്സവാഘോഷങ്ങൾ ക്ഷേത്രത്തിലെത്തും. 30-ന് പുലർച്ചെ വെള്ളാറ്റഞ്ഞൂർ ഏറക്കാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പൂരം തനിയാവർത്തനവും താലപ്പൊലിയും നടക്കും. കാലത്ത് നടക്കുന്ന പരമ്പരാഗത താന്ത്രിക ചടങ്ങുകളോടെയുള്ള ഗുരുതി പൂജയ്ക്ക് ശേഷം പൂരമഹോത്സവം സമാപിക്കും. 31-ന് ക്ഷേത്ര ഉപദേവനായ ഗണപതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷവും നടക്കും. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, ക്ഷേത്ര മേൽശാന്തി ശ്രീനിവാസ അയ്യർ തുടങ്ങിയവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികരാകും. കൊടിയേറ്റ കർമ്മത്തിൽ നിരവധി ഭക്തജനങ്ങളും ട്രസ്റ്റ് അംഗങ്ങളും പങ്കെടുത്തു. ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, KS ബാബു, TP അജിത് കുമാർ, പ്രമോദ് മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സബരിയ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പുന്നയൂർക്കുളം സൈനുദ്ദീൻ രചിച്ച ക്രിമിനൽ താമസിച്ചിരുന്ന വീട് എന്ന കഥാസമാഹാരം സംബന്ധിച്ച ചർച്ച നടന്നു. കേരള സാഹിത്യ അക്കാദമി കമല സുരയ്യ സാംസ്കാരിക സമുച്ചയത്തിൽ നടത്തിയ സദസ്സ് സാഹിത്യകാരനും പ്രാസംഗികനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ വലിയ ക്രിമിനൽ വൽക്കരണം സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആളുകളെ അക്ഷരത്തിൻ്റെ പേരിൽ കൂട്ടിച്ചേർത്താൽ ചുരുങ്ങിയ പക്ഷം വലിയ സാമൂഹിക ഹിംസകൾ ഒഴിവാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. എഴുത്തുകാർ മാനവികത ഉയർത്തിപ്പിടിക്കുന്നവരാണെന്നും സമൂഹത്തിൽ പച്ചയ്ക്ക് വർഗീയത പ്രചരിപ്പിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ പ്രധാന പ്രശ്നം കഴിഞ്ഞ 3 നൂറ്റാണ്ടുകളിൽ ജാതീയതയായിരുന്നു. ഒരു പ്രബല സമുദായത്തിലെ മഹാഭൂരിപക്ഷത്തെ ജാതിയുടെ പേരിൽ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവരുമാക്കി മാറ്റി അവരെ ക്രൂര പീഡനത്തിന് ഇരയാക്കിയിരുന്ന ജാതി വ്യവസ്ഥയോടുള്ള പ്രതികരണമാണ് വാസ്തവത്തിൽ നവോത്ഥാന കാലത്ത് നടന്നത്. എഴുത്തുകാരൊന്നും സമൂഹത്തിൽ വർഗീയത പ്രചരിപ്പിക്കുന്നില്ല. ഏത് എഴുത്തുകാരൻ എടുത്തു നോക്കിയാൽ ഏറ്റവും ചെറിയ എഴുത്തുകാരൻ തൊട്ട് വലിയ എഴുത്തുകാരൻ വരെ മാനവികതയുടെ പ്രയോക്താക്കളായിട്ടാണ് എഴുത്തുകാരെ കാണുക. അല്ലാത്ത അതുമില്ല. കേരളത്തിൽ വർഗീയത പച്ചയ്ക്ക് എഴുതുന്ന എഴുത്തുകാരില്ല. എന്റെ വായനകളെ പരിസരത്തിൽ തോന്നിയിട്ടുണ്ട്. പൊന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എഴുത്തുകാരനും സിനിമാ നിരൂപകനുമായ MC രാജനാരായണൻ പുസ്തക പരിചയം നടത്തി. 23 കഥകളടങ്ങിയ പുസ്തകം 2024 പ്രകാശനം ചെയ്തിരുന്നു. ബോഷോ ബുക്സാണ് പ്രസിദ്ധീകരണം നടത്തുന്നത്. പൊന്നിയൂർക്കുളം സൈനുദ്ദീൻ്റെ 3ാമത്തെ കഥാസമാഹാരമാണ് ക്രിമിനൽ താമസിച്ചിരുന്ന വീട്. കൂടാതെ നസ്ത്രീ, സ്വാതന്ത്ര്യമർഹതി, മരുഭൂമിയിലെ ഒട്ടകജീവിതം എന്നിങ്ങനെ 2 നോവലും ഇറക്കിയിട്ടുണ്ട്. വി ഷംസുദ്ദീൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പൊന്നിയൂർക്കുളം സാഹിത്യ സമിതി പ്രസിഡന്റ് അറക്കൽ ഉമ്മർ മാസ്റ്റർ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അബൂബക്കർ കുന്നംകാട്ടയിൽ, മെമ്പർമാരായ KH ആബിദ്, ധർമ്മൻ തുടങ്ങിയവരും നിരവധി എഴുത്തുകാരും സബരിയ ഗ്രാമീണ ഗ്രന്ഥശാല പ്രവർത്തകരും പങ്കെടുത്തു. പൊന്നിയൂർക്കുളം സൈനുദ്ദീൻ മറുമൊഴിയും ആരിഫ കമറുദ്ദീൻ നന്ദിയും പറഞ്ഞു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിൽ ചെമ്മന്തട്ട പെട്രോൾ പമ്പിന് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച യാത്രികരായ 2 പേർക്ക് പരിക്ക്. ബൈക്ക് യാത്രികൻ ചൊവ്വന്നൂർ കല്ലഴിക്കുന്ന് സ്വദേശി മണ്ടോത്തിങ്കൽ വീട്ടിൽ സുരേഷ്, മകൻ ശബരിനാഥ്, ഒറീസ സുവർണഗുരി സ്വദേശി സംസാർ ഡൂലിയ എന്നിവർക്കാണ് പരിക്ക്. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. മുന്നിൽ പോവുകയായിരുന്ന സ്കൂട്ടറിന് പിറകിൽ ബൈക്കിടിച്ചതിനെ തുടർന്ന് ഇരുവാഹനങ്ങളുടെയും നിയന്ത്രണം വിട്ട് യാത്രികർ റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. പരിക്കേറ്റ ഇരുവരെയും കേച്ചേരി ആക്സ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെട്ടിക്കടവ് നൂറടി തോടിന് ഇരുവശവും നിന്നിരുന്ന തണൽ മരങ്ങൾ മുറിച്ചുമാറ്റിയ നടപടിയിൽ കേരള പ്രകൃതി സംരക്ഷണ സംഘം പ്രതിഷേധിച്ചു. മരം മുറിച്ചെടുത്ത് പുതിയ തൈ നട്ടുകൊണ്ട് സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം ഒരു തൈ നടാം ഭൂമിക്കായി എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നിരവധി ദേശാടന പക്ഷികളുടെ ആവാസ കേന്ദ്രമാണ് ഇതോടെ നഷ്ടമായത്. പ്രകൃതി രമണീയമായ വെട്ടിക്കടവിൽ കിളിപ്പാടം ടൂറിസം പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന സമയത്താണ് തോടുവരമ്പുകൾ മരം കടപുഴകി വീണ് തകരുകയാണെന്ന് പറഞ്ഞ് മുറിച്ചു മാറ്റിയത്. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന കോർഡിനേറ്റർ ഷാജി N. തോമസ് അധ്യക്ഷത വഹിച്ചു. സംഘടനാ സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, ജില്ലാ കോർഡിനേറ്റർ സജി മാത്യു എന്നിവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ മുറിച്ചു മാറ്റിയ ഓരോ മരത്തിനും പകരമായി പുതിയ തൈകൾ വെച്ചുപിടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ദിവസങ്ങളിലും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും അതുപോലെ കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടുന്നതായ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന സർക്കാരുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഇവിടെ
ടെലിവിഷൻ ചാനലുകാർ വന്നപ്പോൾ ഈ മരം മുറിച്ചു മാറ്റുവാൻ നേതൃത്വം നൽകിയ വ്യക്തി പറഞ്ഞ ഒരു മറുപടി, ഈ മരങ്ങളുടെ വേരിറങ്ങി ബണ്ട് വരമ്പ് പൊട്ടുന്ന അവസ്ഥയുണ്ടായിരുന്നു, അതുകൊണ്ട് പാടശേഖര കമ്മിറ്റി തീരുമാനമെടുത്തിട്ടാണ് ഇത് മുറിച്ചു മാറ്റിയതെന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരു സംവിധാനമുണ്ട് എങ്കിൽ ഇത് ഈ ബണ്ട് വരമ്പ് പൊട്ടാതിരിക്കുവാൻ വേണ്ടുന്ന നടപടി സ്വീകരിക്കുന്ന സർക്കാരുകളാണ് നമ്മുടെ ഈ കേരളത്തിലുള്ളത് എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വെച്ചുപിടിപ്പിച്ച മരങ്ങൾ വെട്ടിമുറിച്ചതിന് പകരം ആ വെട്ടിമുറിച്ചവരാരോ ആ സംഘടനയുടെ ആ സംഘത്തിൻ്റെ. പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ദേവാലയത്തിൽ സമഗ്ര തിരുനാൾ ആഘോഷങ്ങൾക്ക് കൊടിയേറി. ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ സെബാസ്ത്യാനോസിൻ്റെയും വിശുദ്ധ അൽഫോൻസാമയുടെയും തിരുനാൾ ജനുവരി 30-31 തീയതികളിലായിട്ടാണ് ആഘോഷിക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ച് കൊടിയേറ്റം നടന്നു. അറ്റം സെൻറ് തോമസ് ഫൊറോന ഇടവക സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ലതീഞ്ഞ്, നൊവേന, ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾ നടന്നു. കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് തിരുനാൾ ഒരുക്ക ദിവ്യബലി അർപ്പണം നടക്കും. 30-ാം തീയതി രാവിലെ 6:30 വികാരി ഫാദർ ആൻഡോ ഒല്ലുകാരൻ കാർമ്മികനായി ലതീഞ്ഞ്, നൊവേന, ദിവ്യബലി എന്നിവയും തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളുടെ എഴുന്നള്ളിപ്പും അമ്പ് വെഞ്ചരിച്ച് നൽകലുമുണ്ടാകും. തിരുനാൾ ദിവസമായ 31 ശനിയാഴ്ച രാവിലെ 6:30 ഇടവകാംഗം ഫാദർ ജിൻഡോ കുറ്റിക്കാട്ട് കാർമ്മികനായി ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയുമുണ്ടാകും. ബംഗളൂരു വിദ്യാവനം ആശ്രമം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഷൈജോ പാറമേൽ മുഖ്യ കാർമ്മികനാകും. ഫാദർ ജസ്റ്റിൻ പൂഴിക്കുന്നേൽ തിരുനാൾ സന്ദേശം നൽകും. പാട്ടുകുർബാനയെ തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളും വഹിച്ചുകൊണ്ട് ഇടവക വിശ്വാസികൾ അണിനിരക്കുന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണമുണ്ടാകും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ആൻഡോ ഒല്ലുകാരൻ, കൈക്കാരന്മാരായ E.A. തോമസ്, T.J. സാബു, A.A. ബിജു, ജനറൽ കൺവീനർ ജിം പോൾ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകും. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവ്യർ ഫൊറോന ദേവാലയത്തിൽ സമഗ്ര തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. പരിശുദ്ധ കർമ്മല മാതാവിൻ്റെയും വിശുദ്ധ സെബാസ്ത്യാനോസിൻ്റെയും സമഗ്ര തിരുനാൾ ജനുവരി 22 മുതൽ 26 വരെയുള്ള തീയതികളിലായിട്ടാണ് ആഘോഷിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 6-ന് വിശുദ്ധ കുർബാന, 7-ന് പാട്ടുകുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നു. വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി കാർമ്മികനായി. തുടർന്ന് യൂണിറ്റുകൾക്ക് അമ്പ് ആശീർവദിച്ചു നൽകി. രാത്രി അമ്പ് പ്രദക്ഷിണങ്ങൾ പള്ളിയിൽ എത്തിച്ചേർന്ന ശേഷം തേരുമത്സരം നടക്കും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തേരുകൾ ഒരേ വേദിയിൽ അണിനിരക്കുന്ന തേരുമത്സരത്തിൽ 35 യൂണിറ്റുകൾ പങ്കെടുക്കും. ശനിയാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ 6:30 വിശുദ്ധ കുർബാന, 10 മണിക്ക് പ്രസുതേന്തിവാഴ്ച, ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന എന്നിവ നടക്കും. നവവൈദികൻ ഫാദർ ജിറ്റിൻ പുലിക്കോട്ടിൽ കാർമ്മികനാകും. ഇടവകാംഗം ഫാദർ ജോൺ വാഴപ്പള്ളി സന്ദേശം നൽകും. അർണോസ് പാതിരി അക്കാദമിയിലെ ഫാദർ ഡൊമിനിക് മാടത്താനിയിൽ സഹകാർമ്മികനാകും. വൈകിട്ട് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയിൽ നടക്കുന്ന തിരുനാൾ പ്രദക്ഷിണത്തിന് ശേഷം പള്ളിമുറ്റത്ത് പ്രമുഖ ബാൻഡ് സെറ്റ് ടീമായ RCB പാല വാദ്യവിസ്മയം തീർക്കും. ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് നാടകാവതരണമുണ്ടാകും. ജനുവരി 26 തിങ്കളാഴ്ച ഇടവക ദിനം ആഘോഷിക്കും. രാവിലെ 6-ന് ഇടവകയിലെ മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള പാട്ടുകുർബാന, സെമിത്തേരി കപ്പേളയിൽ ഒപ്പീസ് എന്നിവയുണ്ടാകും. വൈകിട്ടു നടക്കുന്ന ഇടവക ദിനത്തിൻ്റെ പൊതുസമ്മേളനം എരുമപ്പെട്ടി ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ജൂബിലേറിയൻ ഫാദർ ജോഷി ആളൂർ, നവവൈദികൻ ഫാദർ ജിറ്റിൻ പുലിക്കോട്ടിൽ എന്നിവരെയും തദ്ദേശ ജനപ്രതിനിധികളെയും ആദരിക്കും. തുടർന്ന് 35 കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള കലാപരിപാടികൾ അരങ്ങേറും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ജിജി മാളിയക്കൽ, ജനറൽ കൺവീനർ മർഡോണ പീറ്റർ, പബ്ലിസിറ്റി കൺവീനർ ബിജു പി ജോസ്, കൈക്കാരന്മാരായ ഡേവിസ് ചിറ്റലപ്പള്ളി, OP കുര്യാക്കോസ്, ജോജു പനക്കൽ, ജോസഫ് ഒലക്കെങ്കിൽ എന്നിവരും മറ്റ് കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകും. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 58ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അധ്യക്ഷനായി. പിന്നണി ഗായകനും ബിഗ് ബോസ് താരവുമായ അക്ബർ ഖാൻ വിശിഷ്ട അതിഥിയായി. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ T രാധ മുഖ്യപ്രഭാഷണവും മറ്റം ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ അനുഗ്രഹ പ്രഭാഷണവും നിർവഹിച്ചു. പ്രധാന അധ്യാപികയുടെ ചുമതലയുള്ള MJ ജിൽസി ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ശിവൻ വാഗ വിരമിക്കുന്ന അധ്യാപകന്റെയും ഓഫീസ് ജീവനക്കാരന്റെയും ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ VV തിലകൻ എൻഡോമെന്റ് വിതരണം നടത്തി. PTA പ്രസിഡന്റ് സജീവ് തോമസ് സമ്മാനദാനം നിർവഹിച്ചു.
പഞ്ചായത്ത് അംഗം സിമി സ്റ്റെൽസൺ, പ്രിൻസിപ്പാൾ സന്തോഷ് ടി ഇമ്മട്ടി, MPTA പ്രസിഡന്റ് PJ ലിൻസി, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് സജീഷ് ചന്ദ്രൻ, സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക CO ഫ്ലോറൻസ്, സെന്റ് ഫ്രാൻസിസ് LP സ്കൂൾ പ്രധാനാധ്യാപിക CT കൊച്ചുത്രേസ്യ, സ്കൂൾ ചെയർപേഴ്സൺ അരുണിമ ഉണ്ണി, സ്റ്റാഫ് സെക്രട്ടറി ലാർസൺ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ അധ്യയന വർഷത്തിൽ വിദ്യാലയത്തിൽ നിന്നും വിരമിക്കുന്ന ചിത്രകലാധ്യാപകൻ CT ജോൺസൺ, ഓഫീസ് ജീവനക്കാരൻ PT ജെയ്സൺ എന്നിവർക്ക് ചടങ്ങിൽ ഉപഹാരം സമ്മാനിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ആദരിച്ചു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. പുന്നൂർകുളം ചമ്മന്നൂർ സ്കൂൾ റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ വേലിക്കമ്പിൽ കുടുങ്ങി പരിക്കേറ്റ മൂങ്ങിയെ വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് മുഹമ്മദ് റഹീസിന്റെ നേതൃത്വത്തിൽ പ്രാഥമിക ശുശ്രൂഷ നൽകി വനംവകുപ്പിന് കൈമാറി. ചമ്മന്നൂർ LP സ്കൂൾ റോഡിൽ അബ്ദുള്ള കുട്ടിയുടെ വീട്ടുപറമ്പിലെ കമ്പിവേലിക്കടിയിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു മൂങ്ങ. ഇതിന്റെ ചിറകിനും മറ്റും പരിക്കേറ്റ് പറക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. ഇതറിഞ്ഞ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ സ്നേക്ക് ക്യാച്ചറും മാവിൻചുവട് സ്വദേശിയുമായ മുല്ല ഷക്കീർ, സന്നദ്ധ പ്രവർത്തകൻ അഷ്കർ അറക്കൽ എന്നിവർ ചേർന്ന് മൂങ്ങിയെ പിടിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകി വനംവകുപ്പ് അധികൃതർക്ക് കൈമാറി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എടപ്പാൾ മേഖലാ കമ്മിറ്റിയുടെ എടപ്പാൾ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് എംപവർ കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം ശനിയാഴ്ച വട്ടംകുളത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. COA എടപ്പാൾ മേഖലാ കമ്മിറ്റിയുടെ കീഴിൽ വട്ടംകുളം, എടപ്പാൾ, കാലടി, തവനൂർ പഞ്ചായത്തുകളിലായി 30 വർഷത്തോളമായി സേവനം നൽകുന്ന 15 കേബിൾ ഓപ്പറേറ്റർമാർ ചേർന്ന് രൂപം നൽകിയ ക്ലസ്റ്റർ E1 ഓഫീസിന്റെ ഉദ്ഘാടനമാണ് ശനിയാഴ്ച വൈകിട്ട് 4-ന് നടക്കുക. വട്ടംകുളം ചുള്ളിയിൽ ബിൽഡിംഗിൽ 1-ാം നിലയിലാണ് പുതിയ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഓഫീസിന്റെ ഉദ്ഘാടനം COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹനും കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാമ്പ്രയും നിർവഹിക്കും. സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ വലിയ തരത്തിലുള്ള മൂലധന പ്രതിസന്ധികളൊക്കെ തന്നെ ഈ മേഖലയെ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം ഒരു വൻകിട കോർപ്പറേറ്റുകളുടെയൊക്കെ ഒരു മത്സരവും ഞങ്ങളിതിനെ അതിജീവിക്കേണ്ട ഒരു അവസ്ഥയ്ക്കാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇതിനൊക്കെ മറികടക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ക്ലസ്റ്ററുകൾ എന്ന രീതിയിൽ ഒരു രീതി പിന്തുടരാൻ വേണ്ടി ഞങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അതായത് ചെറുകിട നെറ്റുകളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരുമിച്ചൊരു ഒറ്റ കമ്പനി ആയിക്കൊണ്ട് മികച്ച രീതിയിലൊരു സർവീസ് ജനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് ഇതുകൂടെ ലക്ഷ്യമിടുന്നത്. കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടനം അബൂബക്കർ സിദ്ദീഖ് നിർവഹിക്കും. എടപ്പാൾ, വട്ടംകുളം, കപ്പൂർ, ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും ചടങ്ങിൽ പങ്കെടുക്കും. പരിപാടിയുടെ ഭാഗമായി പ്രിയദർശൻ നിലവിന്റെ ഗസൽ സന്ധ്യയും നടക്കും. KV ബിനീഷ്, KS വിനോദ്, U മാധവൻകുട്ടി, PV സുനിൽകുമാർ, KP പ്രമോദ്, പ്രശാന്ത് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ 30 വർഷമായി സേവനമനുഷ്ഠിച്ചു വരുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ആ പദ്ധതിയിൽ വട്ടംകുളം കേന്ദ്രീകരിച്ചു വരുന്ന ഈ ഓഫീസിൽ വിവിധങ്ങളായ സേവനങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതോടൊപ്പം കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്തുന്ന ഒട്ടനവധി കാര്യങ്ങൾ കൂട്ടായി ചെയ്യാൻ സാധിക്കുമെന്ന വിലയിരുത്തലാണ് ഉണ്ടായിട്ടുള്ളത്. പഞ്ചദിന ബാങ്കിംഗ് ആവശ്യപ്പെട്ട് ബാങ്കിംഗ് യൂണിയനുകളുടെ സംയുക്ത വേദിയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ ധർണ നടത്തി. സ്റ്റേറ്റ് ബാങ്കിന് മുന്നിൽ നടത്തിയ സംയുക്ത പ്രതിഷേധ ധർണ ശുഭ, അഞ്ജന പ്രകാശ്, ജയകൃഷ്ണൻ, ഗിരീഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രവാസ ലോകത്തിന് കുന്നംകുളം പെരുന്നാളിന്റെ തനിമയും പകർന്നു നൽകാൻ കുന്നംകുളം പഴഞ്ഞിക്കാരൻ പ്രവാസി കൂട്ടായ്മ ഒരുങ്ങുന്നു. കുന്നംകുളം പെരുന്നാൾ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ആഘോഷ പരിപാടികൾ ഫെബ്രുവരി 1-ന് ദുബായിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുന്നംകുളം നിവാസികൾ ഈ വൻ സംഗമത്തിൽ അണിനിരക്കും. ഫെബ്രുവരി 1-ന് ഉച്ചയ്ക്ക് 12 മണിക്ക് പെരുന്നാൾ കൊടിയേറ്റത്തോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. തുടർന്ന് കുന്നംകുളത്തിന്റെ പെരുന്നാൾ സ്മരണകൾ ഉണർത്തിക്കൊണ്ട് ഗജസംഗമം, അങ്ങാടികളുടെ പെരുന്നാൾ തലക്കെട്ട് വെക്കൽ, കൊട്ടിക്കയറ്റം എന്നിവ നടക്കും. പെരുന്നാൾ കൊട്ടിക്കലാശത്തിന് പിന്നാലെ പെരുന്നാൾ വേദിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കും. മലയാളികളുടെ പ്രിയതാരം വിനീത് ശ്രീനിവാസൻ നയിക്കുന്ന ഗാനമേളയും പ്രശസ്ത സംഗീതജ്ഞൻ സ്റ്റീഫൻ ദേവസിയുടെ മെഗാ സ്റ്റേജ് ഷോയും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടും. സ്റ്റീഫൻ ദേവസിയും സ്ഫടികം ഫ്യൂഷനും ഒന്നിക്കുന്ന പ്രത്യേക പ്രകടനം, സ്ഫടികം രാഗദീപം ഫ്യൂഷൻ, രാഗദീപം ഷോ, പ്രത്യേക DJ പാർട്ടിയും ഉണ്ടാകും. 5ഓളം ഇലക്ട്രിക് ഗജവീരന്മാരെയാണ് ദുബായിൽ അണിനിരത്തുന്നത്. 26 രാജ്യങ്ങളിൽ നിന്നായി കുന്നംകുളം മേഖലയിലുള്ള 10,000-കണക്കിന് ആളുകൾ ഈ ആഘോഷത്തിൽ പങ്കുചേരും. 12,000-ഓളം ആളുകളെ വരവേൽക്കാനായി ദുബായ് നഗരം ഒരുങ്ങിക്കഴിഞ്ഞതായി സംഘാടക സമിതി ഭാരവാഹികളായ ഷാജു സൈമൺ, സുനിൽ എന്നിവർ കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
പ്രവാസ ലോകത്തെ ഏറ്റവും വലിയ പ്രാദേശിക കൂട്ടായ്മകളിലൊന്നായി ഈ പെരുന്നാൾ മാറുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ആളൂർ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിലെ സംയുക്തിരുന്നാൾ ആഘോഷം ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ യൗസേ പിതാവിന്റെയും സംയുക്തിരുന്നാളാണ് ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കുന്നത്. ജനുവരി 16-ന് കൊടിയേറിയതു മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6 മണിക്ക് ദേവാലയത്തിൽ ആഘോഷമായ പാട്ടുകുർബാന, ലതിഞ്ഞ്, നൊവേന എന്നിവ നടന്നുവരികയാണ്. ജനുവരി 23 വെള്ളിയാഴ്ച വൈകിട്ട് തിരുകർമ്മങ്ങൾക്ക് ശേഷം തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും പ്രസുതേന്തിവാഴ്ചയും നടന്നു. ശനിയാഴ്ച രാവിലെ 6:15-ന് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ കാർമ്മികനായുള്ള ദിവ്യബലി, ലതിഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം കൂടുതുറക്കൽ ശുശ്രൂഷയും അമ്പ്, വള എന്നിവയുടെ വെഞ്ചരിപ്പുമുണ്ടാകും. കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് എഴുന്നള്ളിപ്പുകൾ രാത്രി ദേവാലയത്തിലെത്തി സമാപിക്കും. തുടർന്ന് മെഗാ ബാൻഡ് വാദ്യമേളവും ആകാശവിസ്മയവും അരങ്ങേറും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6-ന് ദിവ്യബലിയും 10-ന് ആഘോഷമായ പാട്ടുകുർബാനയും നടക്കും. ആമ്പല്ലൂർ സ്പിരിച്വൽ ആനിമേഷൻ സെന്റർ ഡയറക്ടർ ഫാദർ ബിജു ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തൃശൂർ സെന്റ് ജോസഫ് പ്രീസ്റ്റ് ഹോമിലെ ഫാദർ ബാസ്റ്റിൻ പുന്നോലിപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 5-ന് ഫാദർ ജോജു ചിരിയങ്കണ്ടത്ത് കാർമ്മികനായി ദിവ്യബലിയും ലതിഞ്ഞ്, നൊവേന എന്നിവയുമുണ്ടാകും. തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണവും നടക്കും. വികാരി ഫാദർ ജാക്സൺ ചാലക്കൽ, കൈക്കാരന്മാരായ ജീസൺ ചാലക്കൽ, സിംസൺ കുത്തൂർ, സേവി പുലിക്കോട്ടിൽ, ജനറൽ കൺവീനർ റാഫേൽ തട്ടിൽ എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകും. കളശമല ആര്യലോകാശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ കൃഷിയുടെ താളം പിഴയ്ക്കാതിരിക്കാനും കുട്ടികളിലും സമൂഹത്തിലും കാർഷിക അവബോധം വളർത്താനും ലക്ഷ്യമിട്ട് കൊയ്ത്തുമേള സംഘടിപ്പിച്ചു. പോർക്കുളം കാഞ്ഞിരപ്പാടത്ത് ആര്യലോകാശ്രമം സമ്പൂർണ്ണ ജൈവരീതിയിൽ കൃഷി ചെയ്ത പരമ്പരാഗത നെല്ലിനമായ രക്തശാലിയുടെ വിളവെടുപ്പ് ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്ത നിർവഹിച്ചു. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ് മാറുന്ന കാലഘട്ടത്തിൽ കാർഷിക സംസ്കാരത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് സംസാരിച്ചു. പോർക്കുളം കൃഷി ഓഫീസർ സുഷ്ണ കൃഷി പഠനത്തിന് നേതൃത്വം നൽകി. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നാടൻ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള കൊയ്ത്തിനും മെതിയും നേരിൽ കണ്ട് മനസ്സിലാക്കാനായി എത്തിയിരുന്നു. ആര്യമഹർഷി, കരീം പന്നിത്തടം, ആര്യനാമിക, വർഗീസ് ചൊവ്വനൂർ, വാർഡ് മെമ്പർ രമേശ്, ലാസർ, പ്രദേശവാസികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ജങ്ക് ഫുഡ് കിട്ടി. ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് അട്രാക്ഷനുമാണ്, ഭയങ്കര സ്മെല്ലായിരിക്കും, അതും ഇതും ചൂതൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളതെടുത്തങ്ങ് അടിക്കും. വല്ലപ്പോഴും ഒരു നേരം വിശന്ന് നമ്മൾ വല്ലാതിരിക്കുമ്പോൾ എന്ത് ഫുഡെങ്കിലും ആവട്ടെ കഴിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അത് ഓക്കെയാണ്. ഞാൻ നിങ്ങളോട് ഗ്യാരണ്ടി പറയുന്നു, ഒരാഴ്ച അടുപ്പിച്ച് ജങ്ക് ഫുഡ് ഒന്ന് കഴിച്ചു നോക്കി ആശുപത്രിയിൽ ഇറങ്ങാൻ നേരം ഉണ്ടാവില്ല. ഗുരുവായൂർ മെട്രോലിങ്സ് ഫാമിലി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അഖില കേരള ചിത്രരചന മത്സരത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും നീന്തൽക്കുളത്തിന്റെ നിർമ്മാണോദ്ഘാടനവും തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചതിരിഞ്ഞ് 2:30 മെട്രോ ഹാളിൽ നടക്കുന്ന സമ്മാനദാന ചടങ്ങ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത കലാകാരൻ ഡാവിഞ്ചി സുരേഷ് മുഖ്യാതിഥിയാകും. മത്സരത്തിൽ പങ്കെടുത്ത 3400 കുട്ടികളിൽ നിന്ന് വിജയികളായി 225 വിദ്യാർത്ഥികൾക്കാണ് സമ്മാനങ്ങൾ നൽകുക. ചിത്രപ്രതിഭയായി തെരഞ്ഞെടുത്ത TV ചൈത്യക്കിനും കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച അമൽ ഇംഗ്ലീഷ് സ്കൂളിനും അൻസാർ ഇംഗ്ലീഷ് സ്കൂളിനും പ്രത്യേക സമ്മാനങ്ങൾ നൽകും. വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന നീന്തൽക്കുളത്തിന്റെ നിർമ്മാണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ നിർവഹിക്കും. ക്ലബ് അംഗണത്തിന് 35 ലക്ഷം രൂപ ചെലവിട്ടാണ് നീന്തൽക്കുളം നിർമ്മിക്കുന്നത്. നാരീദീപം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 വനിതകൾക്ക് 2000 രൂപ വീതം ധനസഹായം നൽകുമെന്നും ഭാരവാഹികളായ KR ചന്ദ്രൻ, ഗിരീഷ് C ഗീവർ, ബാബു M വർഗീസ്, ജോബി വാഴപ്പള്ളി, MR സുരേന്ദ്രൻ, അജിത രഘുനാഥ്, TD വാസുദേവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,640 രൂപ, സ്വർണം പവന് 1,17,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 343 രൂപ. ചർമ്മം പെങ്ങാമുക്ക് മൂലേപ്പാട് മണ്ടകത്തിങ്കൽ കോന്നി മകൻ ഭാസ്കരൻ നിര്യാതനായി. 81 വയസ്സായിരുന്നു. സംസ്കാരം പാമ്പാടി ഐവർ മഠത്തിൽ നടന്നു. അമ്മു ഭാര്യയും ഷാജി, ഷൈനി എന്നിവർ മക്കളുമാണ്.
കേച്ചേരി മഴുവഞ്ചേരി അലവത്തിങ്കൽ കൊച്ചപ്പൻ മകൻ ഡേവിസ് നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം എരനല്ലൂർ കൊന്തമാതാവിൻ പള്ളി സെമിത്തേരിയിൽ നടന്നു. മേഘി ഭാര്യയാണ്. ദീപ, മെബിൻ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കോവിഡിനെ തുടർന്ന് നിർത്തിവെച്ച് 5 വർഷത്തിന് ശേഷം പുനരാരംഭിച്ച തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനിന് ഗുരുവായൂരിൽ ആവേശോജ്വലമായ സ്വീകരണം. രാവിലെ 11:45 ട്രെയിൻ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ മഹാപതാക ഉയർന്നു. നന്നമുക്ക് പഞ്ചായത്തിലെ മൂക്കുതല കാഞ്ഞിയൂരിൽ തെരുവുനായ ആക്രമണം. വിദ്യാർത്ഥി ഉൾപ്പെടെ 5 പേർക്ക് നായയുടെ കടിയേറ്റു. തെരുവുനായ ശല്യം പരിഹരിക്കണമെന്ന് നാട്ടുകാർ. മൃതദേഹത്തോട് അനാദരവ്, കൃത്യവിലോപം നടത്തിയ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം. കുന്നംകുളം താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കടലിൽ കൃത്രിമ പാരുകൾ സൃഷ്ടിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന 7 ഫൈബർ വള്ളങ്ങൾ അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റും മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസും ചേർന്ന് പിടിച്ചെടുത്തു. തമിഴ്നാട് കുളച്ചൽ സ്വദേശികളുടെ 7 വള്ളങ്ങളും അനുബന്ധ സാധന സാമഗ്രികളുമാണ് സംയുക്ത സംഘം പിടികൂടിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.